ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമല്ലോ എന്നൊന്നും. എടുത്തു വെച്ച് പിന്നെയും ഞാൻ ഒരു വട്ടം കണ്ടു നോക്കും. കണ്ടു നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇത്. ഇത്രയും ഊളക്കോലത്തിൽ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ലിറ്ററലി ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു പുലർച്ചെ 7:30-8 മണിയായി. ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ആൻഡ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ അറിയത്തില്ല. എന്തൊക്കെയാ ഞാൻ ഇതിൽ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ലിറ്ററലി ഐ വോണ്ട് യു ഗൈസ് ടു നോ ഫാക്റ്റ് നിങ്ങൾ അറിയണം, മനസ്സിലായോ? ബിക്കോസ് എൻ്റെ അടുത്ത് എല്ലാവരും പറയുമ്പോൾ ഫസീത്ത ഭയങ്കര ബോൾഡാണ്, ഫസീത്ത ഭയങ്കര സ്ട്രോങ് ആണ്, അതാണ് ഇതാണ്. ലിറ്ററലി ഇൻ ക്യാമറ നിങ്ങൾക്ക് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും, മനസ്സിലായോ? ഞാൻ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ തെളിവ് നിരത്തുന്നു, ഇവിടെ ഇതാക്കുന്നു അതാക്കുന്നു. ക്യാമറ അടച്ചു കഴിഞ്ഞിട്ടൊരു ഫേസ് ഉണ്ട്. ക്യാമറ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ റിയാലിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളെ പറ്റി നിങ്ങൾക്ക് കുറേ തെളിവ് കിട്ടുമോ? തെളിവ് കിട്ടുന്ന ഓക്കെ, തെളിവ് കിട്ടുന്ന അടിപൊളി കാര്യമാണ്. നമുക്ക് നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്യാൻ പറ്റും, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ ഇത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരാൾ വേറെ ആളുടെ കൂടെ പോയി, അല്ലെങ്കിൽ അത് ചോദിച്ച് ഇത് ചോദിച്ച് നിങ്ങളുള്ള ടൈമിൽ, അതായത് നിങ്ങൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ടൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അവന്. എല്ലാം കൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു. എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. അവൻ ആക്സിഡൻറ്റ് പറ്റി ഒരു മാസം ഒരു മാസം ഷിബിലിക്ക് വയ്യാണ്ട് കിടന്നിട്ടുണ്ട്. ഒരു മാസം മലപ്പുറത്ത് നിൽക്കുന്ന ടൈമിൽ ആ ഒരു മാസം അവനെ ഞാൻ കുളിപ്പിച്ച് അവന് ഫുഡ് കൊടുത്ത് അവനെ ബാത്റൂമിൽ വരെ കൊണ്ടുപോയ വ്യക്തിയാണ് ഞാൻ. അതല്ലെന്ന് അവൻ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അവൻ പറയുമായിരിക്കും, ഇപ്പോൾ പറയുമായിരിക്കും. ബിക്കോസ് ഇൻ്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവൻ എന്തും സംസാരിക്കുന്നു. അതായത് ഇവന് ഒരു മനുഷ്യനോട് നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ലെന്ന് എനിക്ക് ആ ഇൻ്റർവ്യൂ ഇറങ്ങിയപ്പോൾ മനസ്സിലായി. ഇത്രയും നാളും അവൻ സംസാരിക്കാണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവനൊരു ഇൻ്റർവ്യൂ തരാണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഏഹ് പക്ഷെ ഇൻ്റർവ്യൂ ഇറങ്ങിക്കഴിഞ്ഞ് അവൻ്റെ വായിൽ നിന്നുള്ള സംസാരം കേട്ടപ്പോഴത്തേക്കും ഇറ്റ് ലിറ്ററലി ബ്രോക്ക് മീ. എന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊന്നുമല്ല. ഇങ്ങനെ ഒരാൾക്ക് ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നവംബർ 2024 ഞാനിവനെ പരിചയപ്പെടുന്നത്. നവംബർ 2024 പരിചയപ്പെട്ട് നിൽക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞു, വീട്ടിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു, അതാന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ കൂടെ താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫോഴ്സ്ഫുള്ളി നിക്കാഹ് കഴിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോഴും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഈ നിക്കാഹിന് മുന്നേ ഉള്ള ദിവസം ദിസ് ഗൈ ലിറ്ററലി കോൾഡ് മീ ആൻഡ് ഇസ് ലൈക്ക്, നാളെ നാളെ തൊട്ട് യു ആർ മൈ വൈഫ്, എനിക്ക് നിന്നെ എൻ്റെ വൈഫെന്ന് വിളിക്കാൻ പറ്റും. ഞാൻ എന്ത് ലക്കിയാണല്ലേ ഇത്. ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് നിക്കാഹ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്തതെന്ന് പറയുമ്പം നമുക്കുണ്ടാവുന്ന ഒരു കുത്തലുണ്ട്, മനസ്സിലായോ? വൈ ഡു യു ഡൂ ദിസ് ബ്രോ? ഹൗ ഡു യു ഡൂ ദിസ്? എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ നിന്ന് ഇത്രയും തൊലിക്കെട്ടിയും ഗട്ട്സും കിട്ടുന്നു? എനിക്ക് ഐ ലോസ്റ്റ് ദ വിൽ പവർ, ഐ ഹാവ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ ലവ്. മനുഷ്യന്മാരോടുള്ള വിശ്വാസം പോയി. കാരണം നമ്മളൊരു മനുഷ്യനെ എത്ര സ്നേഹിച്ചാലും എത്ര അടിപൊളിയായിട്ട് നോക്കിയാലും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അത്രയും മൂഞ്ചിച്ച ഒരു സിറ്റുവേഷൻ ഒരാൾക്ക് ലൈഫിൽ വരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബിക്കോസ് എന്തൊരവസ്ഥയാണിത്. നിങ്ങൾക്കിത് ഒരിക്കലും ഈ വീഡിയോ കാണുന്ന ഒരാൾക്കും, അല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയുന്നവർക്ക് പോലും ഇത്രയും മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിറ്ററലി ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് കുറേ നാളായി. ഈ വീഡിയോ കാണുന്നതല്ല റിയാലിറ്റി. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ സ്ട്രോങ് സൈഡ്. ഓക്കെ, എനിക്ക് എൻ്റെ സൈഡ് ക്ലിയർ ചെയ്യണം. ആ ഒരു ഇതിന് എല്ലാം ഇതാക്കുന്നു, തെളിവുകൾ നിരത്തുന്നു. ഇഷ്ടംപോലെ തെളിവുകൾ ഇനിയുണ്ട് എൻ്റെ ഹിഡനിൽ, മനസ്സിലായോ? എൻ്റെ ഹിഡനിൽ എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ വെച്ചാൽ
എനിക്കത് താങ്ങാൻ പറ്റില്ല. എനിക്കത് കണ്ട ഇപ്പോഴും എൻ്റെ കൈ എൻ്റെ കൈ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ തന്നെ ഷിവർ ചെയ്യും. ബിക്കോസ് ബിക്കോസ് എന്താ വെച്ചാൽ എനിക്ക് പറയേണ്ട അറിയില്ല. അപ്പം എൻ്റെ ഹിഡനിൽ ഞാൻ വെച്ചേക്കുന്ന കുറേ സംഭവമുണ്ട്. ഞാൻ പുറത്ത് വിടണ്ട, കാണിക്കണ്ട എന്ന് വിചാരിച്ച ഇഷ്ടം പോലെ കാര്യങ്ങൾ. അത് കണ്ട നമുക്ക് താങ്ങൂല. ഇൻസ്റ്റയിൽ ഞാൻ ഇന്നലെ അവൻ്റെ ഒരു ചാറ്റിൻ്റെ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ എങ്ങനെ സഹിച്ചെന്ന്. അതൊന്നും അല്ല, അതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചിട്ടുണ്ട്. ഇവൻ്റെ ഇൻ്റർവ്യൂ ഞാനിരുന്ന് കണ്ടു. ഫുള്ള് ഞാനിരുന്ന് കണ്ടു. ഇൻ്റർവ്യൂ ഫുള്ള് കാണുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇവൻ അതിൽ പറയുന്ന കാര്യങ്ങളും ആലോചിക്കുന്നത്. രാപ്പകൽ വ്യത്യാസം ഒന്നുമല്ല, വേറെ ഏതോ യൂണിവേഴ്സ് അത് ഇവൻ പറയുന്ന കാര്യങ്ങൾ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഏത് കഥ ഇവൻ പറയുന്നതെന്ന് ആലോചിച്ച് പോയി. എൻ്റെ ഹോസ്പിറ്റൽ കേസ് എനിക്ക് എന്നെ ഒരു മാനസിക രോഗിയാക്കി അവൻ. മാനസിക രോഗമുള്ള ഒരാൾക്കും ഇങ്ങനെ ഇത്രയും തെളിവോടെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ആൻഡ് എനിക്ക് മാനസിക രോഗമില്ല, മനസ്സിലായോ? എനിക്ക് തലയ്ക്ക് ഭ്രാന്തില്ല. തലയ്ക്ക് ഭ്രാന്തുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ ഞാൻ വന്നിരുന്നത് എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ള ഒരു ബുദ്ധി കാണത്തില്ല, മനസ്സിലായോ? മെൻ്റലി ഇഷ്യൂ എനിക്കില്ല. പിന്നെ പറയുന്നത് ബൈപ്പോള. ഞാൻ എന്തായാലും വീഡിയോ റിയാക്ഷൻ ചെയ്യും. വീഡിയോ റിയാക്ഷൻ ചെയ്യാൻ പറ്റിയുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, പക്ഷെ അതിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ല. പക്ഷെ എനിക്ക് വീഡിയോ റിയാക്ഷൻ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ ആയി പോയല്ലോ. കാരണം ജീവിതം ഇങ്ങനെ ഇവിടെ ആണല്ലോ. അപ്പോൾ അത് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാണിക്കാണ്ടിരുന്നപ്പോൾ ആൾക്കാർ പറയും ഇവളെന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്പോട്ട് ലൈറ്റിലോട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ വീഡിയോ എന്തായാലും റിയാക്ട് ചെയ്യും. പക്ഷേ ഇപ്പം എനിക്കത് പറ്റത്തില്ല. പക്ഷെ എന്നാലും അതിൽ പറഞ്ഞൊരു കാര്യം, കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചു. അതിലൊന്നാണ് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞത്. ഞാനിവിടെ എൻ്റെ ഇത് കൊടുക്കാം. ഞാൻ എന്തിനാണ് 2020 ഹോസ്പിറ്റലിൽ പോയത്? എനിക്ക് ഹൈപ്പർ ടെൻഷൻ വന്നാൽ എൻ്റെ തലയിൽ എനിക്ക് ടെൻഷൻ കൂടിയാൽ എൻ്റെ കണ്ണിനെ ബാധിക്കും. മീൻസ് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും, എൻ്റെ കണ്ണ് ബ്ലറാവും, എനിക്ക് തലവേദന എടുക്കും, കഴുത്ത് അനക്കാൻ പറ്റാണ്ടാവും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോഴും എനിക്ക് കാഴ്ചയ്ക്ക് എനിക്ക് ഒരുപാട് ലോങ് ഒന്നും അധികം നേരം നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം സോ ഇതാണ് ആ സർട്ടിഫിക്കറ്റ്. ഞാൻ 2020 ഹോസ്പിറ്റലിൽ കോലഞ്ചേരി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലായത് എനിക്ക് കണ്ണിന് അസുഖം വന്നിട്ടാണ്. അല്ലാണ്ട് എനിക്ക് ഭ്രാന്തോ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖമോ ഒന്നും ഉണ്ടായിട്ടില്ല. 2020 പോയി, പിന്നെ 2025 ഈ സെയിം ഇഷ്യൂ വന്നിട്ട് ഞാൻ പോയി. സെയിം ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഷിബിലുള്ള ടൈമിലാണ് എനിക്ക് പിന്നെ ഇഷ്യൂ വരുന്നത്. 2020 കഴിഞ്ഞിട്ട് 21, 22, 23, 24, 25 5 വർഷം എനിക്ക് കണ്ണിന് പ്രശ്നം വന്നില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് മുന്നേ റിലേഷൻ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇവനായിട്ട് എന്ന് റിലേഷനായോ അന്ന് തുടങ്ങിയ കരച്ചില്ല എൻ്റെ ജീവിതത്തിൽ. അന്ന് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ലിറ്ററലി അന്ന് തൊട്ട് എൻ്റെ കണ്ണിന് എനിക്ക് നീര് വെച്ചിട്ടായിരുന്നിട്ടുണ്ട്, കരഞ്ഞ് കരഞ്ഞ്. ഏ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എങ്ങനെ 2025 ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ടൈമിലാണ്. ഓക്കെ, തൊടുപുഴ ഉള്ള ടൈമിലാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലാവുന്നത്. തൊടുപുഴ ഉള്ള ടൈമിൽ ഫുഡ് പാഴ്സൽ വാങ്ങാൻ പോയി ഇവൻ. പുറത്ത് കാറിൽ ഞാൻ ഇരിക്കുമോ, ഇവൻ കാറിൻ്റെ പുറത്ത് ഇറക്കൂല. വേറെ ഒരിത് അത് ഞാൻ പിന്നെ പറയാം. കാറിലിരിക്കുക, ഇവൻ ഫുഡ് വാങ്ങാൻ പോയി, ഓർഡർ ചെയ്ത്. അപ്പോൾ എൻ്റെ ഫോണിലാണ് ഗൂഗിൾ പേ ചെയ്യുന്നത്. എൻ്റെ ഫോണായിട്ട് പോയി. ഇവൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുക. ഇവൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ഒരു കുറച്ച് പ്രായമായ സ്ത്രീയാണ്. സോ ഷീ വാസ് ലൈക്ക്, ഫസി ഉറങ്ങിയിട്ട് വീട്ടിലോട്ട് വാ,
ഏ നെക്സ്റ്റ് വീക്കാന്ന് തോന്നുന്നു. നെക്സ്റ്റ് വീക്ക് എന്തോ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമെന്നോ എങ്ങനെ എന്തോ അങ്ങനെ എന്തോ ഒരു മെസ്സേജ് വീട്ടിൽ വാ. ഇത് കണ്ടതും എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയി. എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് എനിക്ക് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. കുറേ വീട്ടിൽ ഞാൻ പറഞ്ഞു. കുറേ വീട്ടിൽ പറഞ്ഞു. എൻ്റെ ഉമ്മയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ അടുത്ത് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഇവനിങ്ങനെ പറ്റിക്കല്ലേ. ഏ ലിറ്ററലി നമ്മുടെ സ്വന്തം ഉമ്മ നമ്മളെ ഓർത്തിട്ട് മരുമോനോട് പറയാം, മോനെ ഇങ്ങനെ പറ്റിക്കല്ലേ. അവൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അത്രയും അവസ്ഥയിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ എത്തിച്ചിട്ടുണ്ട്. അവര് അവര് കുറേ അനുഭവിച്ചിട്ടുണ്ട് ഇവൻ കാരണം. ഏ അപ്പോൾ ഈ മെസ്സേജ് വന്നു കഴിഞ്ഞ് തലയ്ക്ക് ഓവർ പ്രഷർ എനിക്ക് ഇപ്പോഴും എടുക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ തലയിൽ പ്രഷറുണ്ട്, മനസ്സിലായോ? ഇപ്പം ഞാൻ ഓവർ പ്രഷർ എടുക്കാണ്ട് ഞാൻ ഇങ്ങനെ കാമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എനിക്ക് വയ്യ, എനിക്ക് ആശുപത്രിയിൽ പോയി കിടക്കാൻ വയ്യ. ഡെയിലി ഒരു 6-8 ഇഞ്ചക്ഷനും മരുന്നും മറ്റതും മറിച്ചതും ബാക്കിൽ കൂടെ ഫ്ലൂയിഡ് എടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. എനിക്ക് ആ പ്രക്രിയയിലൂടെ കിടന്നു പോകാൻ എനിക്ക് തീരെ പറ്റത്തില്ല. നേരെ ഇരിക്കണം, മീൻസ് നമ്മൾ നേരെ കിടക്കണം. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേജാണത്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഞരമ്പിങ്ങനെ വലിയുമ്പോൾ ഭയങ്കര വേദന. അപ്പോൾ എനിക്ക് ടെൻഷൻ. ഞാൻ തന്നെ എൻ്റെ തലയിൽ ഇവിടെ ഇവിടെ ഈ ഭാഗം എനിക്ക് ചൂടെടുക്കും. മീൻസ് തല നമുക്കിങ്ങനെ പുകയുമല്ലോ ടെൻഷൻ വന്നിട്ട്. ഇവിടെ ചൂടെടുക്കുമ്പോൾ തന്നെ ഞാൻ കാമാവാൻ നോക്കും. എന്തെങ്കിലും ആലോചിച്ചിട്ട് ഞാൻ മൈൻഡ് റിലാക്സ് ആകും. പക്ഷെ അപ്പോൾ എനിക്ക് റിലാക്സ് ആവാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങൾ അതിന് മുന്നേ ട്രിപ്പ് പോയേക്കുക, മനസ്സിലായോ? ഞങ്ങളതിന് മുന്നേ കറങ്ങാനൊക്കെ പോയി ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ കയറുന്നതിന് മുന്നേ ഫുഡ് വാങ്ങാൻ നിൽക്കുക. അപ്പോൾ അപ്പോഴും ചീറ്റ് ചെയ്യുമെന്ന് അറിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവും അറിയില്ല. ചീറ്റ് ചെയ്ത് 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 കുറേ കുറേ അവസരം ഞാൻ കൊടുത്തു, മനസ്സിലായോ നിങ്ങൾക്ക്? ഒരവസരം രണ്ടവസരമൊന്നുമില്ല, ഒരു 100ന് മുകളിൽ അവസരം എന്നെ പറ്റിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയും ഒരാൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല 100ന് മുകളിൽ അവസരം കൊടുക്കുന്ന ഒരാളെ. മീൻസ് ആരാണെങ്കിലും ഇട്ടിട്ട് പോകേണ്ട കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ ആലോചിച്ചു, നന്നാവുമായിരിക്കും, നന്നാവും. എനിക്ക് ഇത്ര ഇഷ്ടമല്ലേ, ഇത്ര ഇഷ്ടം കൊടുത്താൽ നന്നാവുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ നന്നാവുമായിരിക്കും. എവിടെ? 1 മാസം വയ്യാണ്ട് കിടന്ന് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുത്തെന്നല്ല കേട്ടോ, ഫുഡ് വാരി കൊടുത്ത്. എനിക്കധികം ഫുഡ് ഉണ്ടാക്കാറില്ല. ഫുഡ് വാരി കൊടുത്ത് കുളിപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കിടത്തി മരുന്ന് കറക്റ്റ് ടൈമിന് കൊടുത്ത് ഇതെല്ലാം ചെയ്തിട്ടും അപ്പോഴും എന്നെ പറ്റിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അല്ല ഒരാൾ നമ്മളെ പറ്റിക്കുന്നത്. ഞാൻ സഫയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സഫ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ പോരാത്തോണ്ടാണ് അവൻ പോയെന്ന്. ഇതേ ഗതി നീ അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് വരാണ്ടിരിക്കട്ടെ. കാരണം നിനക്കൊരു കുഞ്ഞുണ്ട്. അപ്പം നിനക്ക് ഒരിക്കലും ആ ഒരു ഗതി വരരുതെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് അത് താങ്ങൂല മോളെ, അത് താങ്ങൂല. ഇവന് വേണ്ടി ഞാൻ കുറേ പേരെ വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പം നീ ഇപ്പോൾ ഇത്രയും വരെ പബ്ലിക്കലി വെറുപ്പിക്കുന്നുണ്ടല്ലോ, അതായത് നിങ്ങൾ തമ്മിലൊന്നുമില്ല, നിങ്ങളതാണ് മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് വെറുപ്പിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവൻ നിന്നെ പറ്റിക്കുമ്പോൾ നിനക്കൊരു ഫീൽ വരും. എന്തിനാണ് ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇതാക്കിയെന്നൊരു തോന്നൽ വരും. ആ തോന്നൽ നിനക്ക് വരാണ്ടിരിക്കട്ടെ, പഠിച്ച സഹായിച്ച്. പക്ഷേ അപ്പോൾ അതൊക്കെയാണ് സംഭവം. എനിക്ക് ഞാൻ എന്താ പറയണതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കിപ്പോൾ ഇല്ല. പക്ഷെ ഞാൻ എന്തായാലും ആ മാനസികാവസ്ഥ ഉണ്ടാക്കും. കാരണം എനിക്ക് പറയണമല്ലോ, എനിക്ക് കാണിക്കണമല്ലോ. റിയാലിറ്റി കുറേ ഞാൻ കാണിച്ചിട്ടുണ്ട്, കുറേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കുറേ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ സഹിച്ച കാര്യങ്ങളുണ്ട്. എന്നെ തല്ലിയ വീഡിയോ ഇടാണ്ടിരുന്നത് ഇത്ര നാൾ ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ ഇടാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും ഞാൻ കാണിച്ചിട്ടില്ല എന്നെ തല്ലിയ കാര്യങ്ങൾ, മനസ്സിലായി? ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എൻ്റെ ഉപ്പായും ഉമ്മായും വരെ കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ള എൻ്റെ തൊടയുടെ ഈ ഇവിടെയൊക്കെ ഈ ചതവിൻ്റെ അതെൻ്റെ ഉമ്മ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് എൻ്റെ വാപ്പ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് അവരെ
ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവരത് കാണുമ്പോൾ ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം, വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും. അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഞാൻ കാണിച്ചു, ഇങ്ങനെയൊക്കെ ഞാൻ സഹിച്ചു, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്താ പറയുക, എല്ലാവരുടെയും അവസ്ഥ മോശമാണ്, മനസ്സിലായോ? ഇതിൽ ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാനായിട്ട് തിരഞ്ഞെടുത്ത് ഞാനായിട്ട് നിക്കാഹ് കഴിച്ചതാണ്. അപ്പം പക്ഷെ അവരിപ്പോൾ എന്നെ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. അവർ ഈ ഒരു അവസ്ഥയിൽ എന്നെ ഒരിക്കലും കുറ്റം പറയില്ല. അതുകൊണ്ട് എനിക്ക് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല, അവർക്ക് എന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം എനിക്കതായാലും മാനസിക രോഗമില്ല. പിന്നെ പ്രഗ്നൻസി, കൊച്ച്, ഇവൻ പറയുന്നുണ്ട്, ഇവരൊരു കാര്യം പറയുന്നുണ്ടല്ലോ. ഞാൻ ആ ഭാഗം ബാക്കടിച്ച് ഏകദേശം ഒരു 100-150 വട്ടം ഞാൻ കണ്ടിട്ടുണ്ടാവും. 150 വട്ടം അല്ലാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണോ കൊച്ചിൻ്റെ വാപ്പ, ഞാനാണോ അതിൻ്റെ ഉത്തരവാദി, ഇതെനിക്കറിയില്ല. ഭയങ്കര കാമായിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് പറയുക. എങ്ങനെ സാധിക്കുന്നെന്ന് ഞാൻ ആലോചിച്ചു പോയി. എങ്ങനെ ഒരു മനുഷ്യന് ഇത്രയും കണ്ണീച്ചോര ഇല്ലാണ്ടായി പോയെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ബാക്കി എല്ലാം കൊണ്ടും ഓക്കെ, ബാക്കി ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊക്കെ ചിലപ്പോൾ സ്വയം വെളുപ്പിക്കാനോ അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ കരിവാരി തയ്ക്കാനോ എല്ലാം എനിക്ക് മനസ്സിലാവും. എല്ലാം ഓക്കെ, എല്ലാം ഫൈൻ, എല്ലാം ഫൈൻ. പക്ഷേ കൊച്ച്, ഞാനല്ല അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുമ്പോഴത്തേക്കും അത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് അത് ആർക്കാ അവസ്ഥ വന്നിട്ടുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും അവസ്ഥ വന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ? ഒന്നാമത് ഒരാൾ പറ്റിച്ചു, അതിൻ്റെ കൂടെ എൻ്റെ കൊച്ചല്ല വേറെ ആരുടെയും ആണോ എനിക്കറിയില്ല, അതിലെൻ്റെ ഉമ്മാനെ വലിച്ചിടുന്നു. അങ്ങനെ ഒരു കഥ ഇതാർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ? എനിക്കറിയില്ല. എൻ്റെ ഇത്രയും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ലിറ്ററലി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫ്രണ്ട്സ് പറ്റിക്കുന്നു, വിശ്വസിച്ച ആൾക്കാർ അവൻ്റെ കൂടെ പോകുന്നു, അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുന്നു, അതറിയുന്നു, കൂടെ നടന്ന ആൾക്കാർ പറ്റിക്കുന്നു, അവൻ പറ്റിക്കുന്നു. എന്താ ഞാൻ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, പക്ഷേ ഒരിക്കലും ഒരിക്കലും ആരുടെ ലൈഫിൽ ഇതുപോലെ ഒരു വ്യക്തി ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഒരിക്കലും ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും ഞാൻ ഇരുന്ന് കരഞ്ഞാലും ഇത്രയും അവസ്ഥയിലൂടെ ഞാൻ പോയാലും എൻ്റെ വിൽ പവർ കുറച്ച് കൂടുതലാണ്, മനസ്സിലായോ? കാരണം എനിക്കറിയാം എൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും അനുഭവിച്ചത് വെറുതെ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും അനുഭവിച്ചിട്ട് ഞാൻ അതിനെ വെറുതെ വിടൂല, എനിക്ക് ഉറപ്പ്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതോടെ, നീ അത് പറഞ്ഞതോടെ, നീ അത് സംസാരിച്ചതോടെ നിന്നോടുള്ള എല്ലാ സഹതാപവും എൻ്റെ തീർന്നു. എനിക്കിപ്പോൾ ആരോടും ലിറ്ററലി ഒരു മനുഷ്യരോട് എനിക്കൊരു സഹതാപമില്ല. അത് നീ കാരണം. എനിക്ക് ആരോടും ഒരു ദയ ദാക്ഷിണ്യം ഒരു സാധനം, എൻ്റെ ഉള്ളിലെ നന്മ മൊത്തം പോയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തിനു നന്മ ചെയ്തിട്ടൊന്നായിപ്പോയി, എന്തിനു ഒരാളെ രക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലത് ചെയ്തിട്ട് എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. കാരണം എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എന്നെ പറ്റിക്കുക. പിന്നെ എന്തിനത് ചെയ്യുന്നത്? എന്തിനെല്ലാവരെയും ഓക്കെ ആക്കി എല്ലാവരെയും ഹാപ്പി ആക്കി വെച്ച് എല്ലാവരുടെ എല്ലാം നോക്കിയിട്ട് ഒന്നും കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് എപ്പോൾ തുടങ്ങിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നവംബർ 2024, ഇതിപ്പോൾ നവംബർ അല്ല, മാർച്ച് 2026. ഇപ്പോഴും ഇവൻ കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതും ചെറിയ അനുഭവം, ഇതൊന്നും അല്ല, ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അല്ല.
നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കാണിക്കും. ഞാൻ കാണിക്കാണ്ടിരിക്കുമല്ലോ ഇനി. ഒരു വീഡിയോ റിയാക്ഷൻ, അതല്ലേ പറഞ്ഞേ? യാ, വീഡിയോ റിയാക്ഷൻ ഒരു 2 ദിവസം 3 ദിവസം എനിക്കറിയില്ല. പക്ഷെ കുറച്ച് കുറച്ച് ദിവസം എടുക്കുള്ളൂ. എനിക്ക് കുറേ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഈ മാനസിക നില മാറ്റി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും. എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ അടുത്ത് പോയി ഒന്ന് മനസ്സ് ശാന്തിയാക്കി ഓക്കെ ആവും. എന്നുവെച്ചാൽ പറയാൻ ഓക്കെ ആവും. ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യാൻ നോക്കി. അതാണ് സത്യം. പറയുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. വീഡിയോ റിയാക്ട് ചെയ്യാൻ നോക്കി ഞാൻ. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക. പക്ഷെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു പോവാ. ഇവൻ്റെ സംസാരം കേട്ടിട്ട് തിരിച്ചെനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എൻ്റെ സൗണ്ട് ഇടറുക. എനിക്ക് അങ്ങനെ സംസാരിക്കണ്ട. എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ല. ആ സൈഡ് ഞാൻ കാണിക്കില്ല. ആ സൈഡെന്നല്ല, അങ്ങനെ റിയാക്ട് ചെയ്ത് എനിക്ക് ആരുടെയും സിമ്പതിയോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് കറക്റ്റായിട്ട് റിയാക്ട് ചെയ്താൽ ഞാൻ ഇത്രയും നാൾ എങ്ങനെയാണോ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ഷിബിലിയോടാണ് പറയാനുള്ളത്. നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം നിൻ്റെ അടുത്ത് പറയാനുള്ളൂ. ഒരിക്കലും ഒരിക്കലും ഒരാളെ ഈ ലെവലിൽ പറ്റിക്കാണ്ടിരിക്കുക. ബിക്കോസ് ദുനിയാവിൽ അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ കുറേ അനുഭവിക്കും. എനിക്ക് അത്ര പറയാനുള്ളൂ. നീ ഇപ്പം അനുഭവിക്കുന്നതല്ല, ഇതിൻ്റെ ഇരട്ടി നീ അനുഭവിക്കും. അന്ന് നീ എന്നെ വിളിച്ചിട്ട് ക്ഷമ ചോദിക്കും. നീ ഇനി അനുഭവിക്കാൻ പോകുന്നത്, നിനക്കിപ്പം 24 വയസ്സായിട്ടുള്ളൂ. ഇനി നീ എന്തായാലും അനുഭവിക്കും. നീ ഇപ്പം ചെയ്തു കൂട്ടിയത്, നീ കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട്. കുറേ പെൺപിള്ളേർക്ക് നീ വാഗ്ദാനം കൊടുത്തിട്ട് നീ പറ്റിച്ച കുറേ പെൺപിള്ളേരുണ്ട്. മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ പ്രാക്ക് നിന്ന് പിടിക്കും ഷിംലി. എനിക്ക് അത്ര പറയാനുള്ളൂ. ഞാൻ പണ്ട് നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പറ്റിക്കരുത് ആൾക്കാർ. മനസ്സിലായോ? അവരൊക്കെ റിലേഷനായിരുന്നു. കുറേ പേരൊക്കെ മൂവ് ഓൺ ആവാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും. എന്നുവെച്ചാൽ നീ കൊടുത്ത ട്രോമ ഇപ്പോഴും മാറാത്ത പെൺപിള്ളേരുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊന്നും ഒരിക്കലും ഞാൻ കൊടുത്തൊരു ട്രോമ ഒരാൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ആർക്കും അങ്ങനെ ഒരു ട്രോമ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു റിലേഷനിലും ഞാൻ പറ്റിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഒരാളെ ചീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ മുദ്ര കുത്തിയ ഒരു സംഭവമുണ്ട്, ഞാൻ തൊപ്പീനെ പറ്റിച്ചു. ഞാൻ ഇന്നേ വരെ ഞാൻ തൊപ്പീനെ പറ്റിച്ചിട്ടില്ല. ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. ഒട്ടയ്ക്ക് പുള്ളി പറഞ്ഞോട്ടെ, ഞാൻ ഒരു റിലേഷനിലും ആരെയും പറ്റിച്ചിട്ടില്ല. എൻ്റെ ഒരു റിലേഷനിലും ഞാൻ പറ്റിച്ചിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 100% മുകളിൽ ഇട്ട് കൊടുക്കും. ഞാൻ അങ്ങോട്ട് സ്നേഹം വിതുമ്പി അവരെ അങ്ങ് സ്നേഹത്തിലങ്ങ് പൊതിഞ്ഞ് അവസാനം എനിക്ക് പണി കിട്ടും. അതിൽ ഏറ്റവും വലിയ പണി കിട്ടിയ ഇതാണ് ഇത് ഞാൻ എൻ്റെ ജീവിതം ഞാൻ മരിക്കുന്ന വരെ എനിക്ക് തോന്നുന്നില്ല ഇവൻ തന്ന ട്രോമ എനിക്ക് മറക്കാൻ പറ്റുമെന്ന്. ഇനി ഒരാൾ എൻ്റെ ലൈഫിൽ വന്ന് എന്നെ എത്രത്തോളം സ്നേഹിച്ചാലും എൻ്റെ ഉള്ളിൽ ഈ വേദന ഉണ്ടല്ലോ, നീ പറ്റിച്ച വേദന, അതെപ്പോഴും കിടക്കും. അത് ചെറിയ പറ്റിക്കലൊന്നുമല്ല. ചെറിയ പറ്റിക്കലൊന്നുമല്ല. എനിക്ക് സംശയരോഗം നീ പറഞ്ഞു. എനിക്ക് സംശയരോഗമാണോ എന്നെ നീ അങ്ങനെ ആക്കിയതാണോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞ വീഡിയോയുടെ ഇത് കൂടിപ്പോവും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കുറച്ച് സമയം നിങ്ങൾ തരണം. ഞാൻ എന്തായാലും അത് റിയാക്ട് ചെയ്ത് ഞാനത് പുറത്തോട്ട് കൊണ്ടുവരും. എല്ലാ കാര്യവും ഞാൻ കൊണ്ടുവരും. എല്ലാ കാര്യം ഞാൻ ഇടും. പിന്നെ ഷിബിലി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൾക്കാരെ പറ്റിക്കാണ്ടിരിക്കുക. എനിക്കറിയാം നിന്നെ കൊണ്ട് പറ്റൂലെന്ന്. നീ എന്തായാലും പറ്റിക്കാണ്ടിരിക്കൂലെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴേലും അനുഭവിക്കാണ്ടിരിക്കൂല. എന്നോട് ചെയ്തതിന് നീ ഉറപ്പായിട്ട് അനുഭവിക്കും. എന്നോട് ചെയ്തതിനും ബാക്കി എല്ലാവരോടും ചെയ്തതിനും നിൻ്റെ വീട്ടുകാരുടെ കണ്ണീരിനും എല്ലാത്തിനും അതൊക്കെ നിന്ന് പിടിക്കും. ചിലപ്പോൾ മേ ബി ഇപ്പോഴൊന്നും ആയിരിക്കില്ല, ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇത് തിരിച്ചു കിട്ടുന്നത്. അന്നേരം നീ ഓർത്താൽ മതി. അന്നേരം എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോസൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ
ഞാൻ ഈ പറയുന്ന ഈ ലാസ്റ്റത്തെ ഭാഗം എടുത്ത് കണ്ടാൽ മതി. നീ ചെയ്തതിനാണ് നീ അനുഭവിക്കുന്നത്. ആൻഡ് ഒരിക്കലും ഞാൻ നിനക്ക് ക്ഷമിച്ചു തരത്തില്ല, ഒരിക്കലും. ഇൻ്റർവ്യൂവിൽ സാഡ് BGM ഇട്ടിട്ട് ഫസ്മിന സാക്കിർ അതാണ് ഇതാണെന്ന് നീ പറയുന്നുണ്ടല്ലോ, അത് നീ സിമ്പതിക്ക് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നിൻ്റെ സൈഡ് വെളുപ്പിക്കാൻ. അല്ലാണ്ട് നിനക്ക് കണ്ണീ ചോരാന്ന് പറഞ്ഞ സാധനം നിനക്കില്ല. ഉണ്ടെങ്കിൽ നീ അതിൽ പറഞ്ഞ പകുതി കാര്യങ്ങൾ പറയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എപ്പോഴാണ് എന്താണെന്ന് എനിക്കറിയില്ല അടുത്ത വീഡിയോ. പക്ഷേ മെഹനാസിൻ്റെ ഫൈനൽ പാട്ടും കൂടെ ഉണ്ട് പോഡ്കാസ്റ്റിൻ്റെ. അതും കൂടെ ഇടണം. അതിട്ട് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് ഇവൻ്റെ വീഡിയോയുടെ റിയാക്ഷൻ ആയിരിക്കും. അതിൽ ഈ കാണുന്ന ഫസ്മിനെ നീ കാണൂല ശുഭലി. ഇനി ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഓക്കെ ആക്കി എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ വരിക. നീ അനുഭവിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ.